നമ്മുടെ നടപ്പ് ഇതുവരെ സത്യത്തിലല്ല എന്നുള്ളത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് 3 യോഹന്നാന്റെ 1-ാമത്തെ അധ്യായമാണ്. ഇതൊരു ചെറിയൊരു ലേഖനമാണ്. ഇതിലാകെ ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൗലോസ് പറയുന്ന, അതായത് പ്രിയ ഗായോസിന് എഴുതുന്ന ഒരു ചെറിയൊരു ലേഖനമാണ്. പക്ഷേ ആ ഗായോസിനെ പറ്റിയുള്ള പൗലോസിൻ്റെ ഒരു അഭിമാനകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പ്രിയ പിതാവ് എന്ന നിലയിൽ ആ ഒരു ഗായോസിനോട്, തൻ്റെ മകനെ പോലെ കാണുന്ന ഗായോസിനോട് പറയുന്ന, അല്ലെങ്കിൽ ഗായോസിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം കാണിക്കുന്ന ഒരു പിതാവായ പൗലോസിനെ നമുക്ക് അതിൻ്റെ അകത്ത് കാണുവാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഗായോസിന് എഴുതുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയുന്ന തുടക്കത്തിൽ തന്നെ മൂപ്പനായി ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിനെ എഴുതുന്നത്. അപ്പം ഈ ഒരു അധ്യായത്തിൽ സത്യം എന്ന വാക്ക് 1-2 ഇടങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു സത്യത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിനെ പൗലോസ് എഴുതുന്ന ലേഖനമാണിത്. അതിൽ 2-ാമത്തെ വാക്യം ഇതാണ്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വളർത്തു പിതാവ് തൻ്റെ മകനെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കണം, അത് മാത്രമല്ല നീ സകലത്തിലും ശുഭമായി അനുഗ്രഹിക്കപ്പെട്ട് ഇരിക്കണമെന്നാണ് പൗലോസ് ഗായോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഗായോസിനെ കുറിച്ച് ഒരു വളർത്തുപിതാവ് എന്ന നിലയിൽ പൗലോസിന് അത്രയും ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെ സ്വന്തം രക്തം നൽകി, നമ്മളെ വിലയ്ക്ക് വാങ്ങി, പ്രിയ മക്കളാക്കി നമ്മളെ തീർത്തു, അബാ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാക്കി തന്ന ആ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ആത്മാവിൽ ശുഭമായിരിക്കണം, നമ്മുടെ പ്രവൃത്തിയിൽ ശുഭമായിരിക്കണം, നമ്മൾ ചെയ്യുന്ന സകലത്തിൽ ശുഭമായും സുഖമായി ഇരിക്കണമെന്ന് തന്നെയാണ് ആ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: സഹോദരന്മാർ വന്നു, നീ സത്യത്തിൽ നടക്കുന്നു. മറ്റുള്ളവർ വന്നിട്ട് ഗായോസിനെ പറ്റി അങ്ങനെ സത്യത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ പൗലോസിന് ഭയങ്കര അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് പറയാണ്, നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുക ഞാൻ അത്യന്തം സന്തോഷിച്ചു. സത്യത്തിൽ നടക്കുന്ന ഗായോസിനെ കണ്ടുകൊണ്ട് പൗലോസ് വളരെയധികം സന്തോഷിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഒരു ലോകത്തിൽ ജീവിക്കുന്ന ആ സമയത്തുണ്ടായിരുന്ന പൗലോസ് ഗായോസിനെ പറ്റി ഇത്രയും അഭിമാനകരമായിട്ട് പറയുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നാം സത്യത്തിലാണ് നടക്കുന്നതെന്ന് കാണുമ്പോൾ എത്രയധികം സന്തോഷിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ നടപ്പ് ഇതുവരെ സത്യത്തിലല്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ നടക്കാനായിട്ട് നാം ശ്രമിക്കേണ്ടതാണ്. അതെ, ഇതിൽ പറയുന്ന 2-ാമത്തെ സത്യത്തിൻ്റെ കാര്യമാണ്, നിന്റെ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ നടക്കുക മാത്രമല്ല, ആ സത്യത്തിൽ നടന്നതിനെ പറ്റി സാക്ഷ്യവും കൂടെ മറ്റുള്ളവർ പറയുന്നുണ്ട്, അല്ലേ? സത്യത്തിൽ നടക്കുക മാത്രമല്ല, മറ്റുള്ളവർ കാണുന്നവർ സത്യത്തിൻ്റെ സാക്ഷികളായി സത്യത്തിൻ്റെ നടപ്പിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ് ഗായോസിൻ്റെ സത്യത്തെക്കുറിച്ച്, ഗായോസ് നടക്കുന്ന വഴികളെക്കുറിച്ച്. അത് കേൾക്കുമ്പോൾ പൗലോസിന് വളരെ സന്തോഷമാണ്. എന്നിട്ട് 4-ാമത് എല്ലാവരോടും കോമൺ ആയിട്ട് പറയുകയാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്താ ഒരു വാക്കല്ലേ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു. ഇത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെ പറ്റി. അതാണ് പറഞ്ഞത്, അവൻ നമ്മെ സത്യത്തിൽ, പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൽ വഴി നടത്തും. അവൻ സത്യത്തിൽ നമ്മളെ വഴി നടത്തും. ആ ഒരു സത്യത്തിൽ നാം നടക്കാനായിട്ട് ശ്രമിക്കണം. ഇതുവരെ നാം സത്യമല്ലാത്ത അസത്യത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്, അനീതിക്കെതിരെ പോരാടാൻ കഴിയാതെ അനീതിയിൽ പോയിട്ടുണ്ട്, അനീതിയായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തിരുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ്. നാം സത്യത്തിൽ നടക്കുന്നതാണ് നമ്മുടെ പിതാവായ കർത്താവിന് ഇഷ്ടം. ആ സത്യത്തിൽ നടക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അതും കൂടെ പറയുകയാണ്. പൗലോസ് അവിടെ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. എത്രയൊക്കെ നമ്മളെ തിന്മ പിന്തുടരാൻ ശ്രമിച്ചാലും തിന്മയെ അനുകരിക്കാതെ നന്മയെ പിന്തുടരുന്നൊരു മനസ്സ്, അതാണ് സത്യത്തിൽ നടക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സത്യത്തിൽ നടക്കുന്നവരെ ചേർക്കാനാണ് യേശു ക്രിസ്തു വരുന്നത്.
സത്യത്തിൻ്റെ സാക്ഷികളായി സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.